ഈ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണമെന്നാണല്ലോ പറയാറ്. എന്നാൽ ചിലതൊക്കെ പ്രിയ ടീച്ചർ ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഓലയിൽ എഴുത്തും മണലിൽ എഴുത്തും ഒക്കെ ഉണ്ട്. പത്തനംതിട്ട കോന്നി സ്വദേശിനി പ്രിയയാണ് പുതിയ രീതികൾക്കൊപ്പം ഈ പഴയ സമ്പ്രദായങ്ങളും നമ്മുടെ കുഞ്ഞു മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ടീച്ചറുടെ ക്ലാസ്സിലെത്താൻ കുട്ടികൾക്ക് ആഘോഷമാണ്. ക്ലാസ്സിലെത്തിയാൽ ബുക്കിൽ മാത്രമല്ല എഴുത്ത്. ടീച്ചർ പനയോലയിൽ നാരായം കൊണ്ട് അക്ഷരങ്ങൾ വരയും, പിന്നെ നിറം പകരും. 18 ഓലകളിലാണ് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൂപ്പൻ അറിയപ്പെടുന്ന നിലത്തെഴുത്ത് ആശാനായിരുന്നു. അവിടെ നിന്ന് പ്രിയയുടെ അച്ഛനും അമ്മയും എഴുത്തുരീതികൾ പഠിച്ചു. അമ്മയിൽ നിന്ന് രീതി പഠിച്ചെടുത്ത പ്രിയ 30 വർഷമായി കുട്ടികളെ പഠിപ്പിക്കുന്നു. വളരെ പരിമിതമാണ് ഇപ്പോൾ ഓലയിൽ എഴുതുന്നതൊക്കെ. കുഞ്ഞിനെ ആദ്യം എഴുതിച്ച് കഴിയുമ്പോൾ ആദ്യമേ തന്നെ മണലിലാണ് ആദ്യം എഴുതിക്കുന്നത്. അത് എഴുതിച്ച് ഒരുവിധം കുഞ്ഞുങ്ങൾ കൈവഴങ്ങി അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ ബുക്കിനകത്തിൽ എഴുതിക്കാറുള്ളൂ. അവർക്ക് ഓല കാണിച്ചു കൊടുത്താണ് പഠിപ്പിക്കുന്നത്. മണലിൽ എഴുതിയും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. കഴിഞ്ഞ വർഷം അക്ഷരം മനസ്സിലുറപ്പിക്കാൻ 16 കുട്ടികളുണ്ടായിരുന്നു. അവരിൽ പകുതി പേർ LKG-ക്കാരും. അവധിക്കാലം എത്തുമ്പോൾ മലയാള അക്ഷരങ്ങൾ പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളുടെ കൂട്ടവും എത്തും. ഇതാണ് നാരായം. ഈ നാരായം കൊണ്ടാണ് ഈ ഓലയിൽ എഴുതുന്നത്. ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടേ ഉള്ള നാരായമാണിത്. ഒരു 80 വർഷത്തിന് അധികം പഴക്കമുണ്ട് ഈ നാരായത്തിന്. ഇതും ഈ പിച്ചാത്തി അതുപോലെ തന്നെ അപ്പൂപ്പൻ്റേതാണ്. അതും ഇത് രണ്ടും ഉപയോഗിച്ചാണ് അന്നത്തെ കാലത്ത് ഓലയിൽ എഴുതിയതും കുട്ടികളെ പഠിപ്പിച്ചിരുന്നതും ഒക്കെ അന്നത്തെ നാരായം തന്നെയാണ്. ഇന്നും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. എഴുത്തു പഠിപ്പിക്കൽ വരുമാനത്തിനുപരി ആനന്ദമാണ് പ്രിയ ടീച്ചർക്ക്. പക്ഷേ കടക്കിണയുടെ നടുവിലാണ് ഈ അധ്യാപിക. നിലത്തെഴുത്തും ഓലയിലെഴുത്തും കുട്ടികൾ പഠിച്ചു വളരുന്നത് കാണുമ്പോൾ പ്രിയ ടീച്ചർക്കും സന്തോഷം. അതിലേറെ സന്തോഷമാണ് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്. എനിക്ക് എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നത്. എനിക്ക് ഇതിനോട് ഒരുപാട് താല്പര്യമുള്ള കൂട്ടത്തില്ല. കാരണം ഞാനും ഓലയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടിട്ട് എനിക്ക് മോളെ അങ്ങനെ പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഇവിടെ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കും. അക്ഷരങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പഠിപ്പിക്കും. എന്നെ പഠിപ്പിച്ചതെന്ന് പറയാൻ പ്രിയ എന്ന് പറയുന്ന ടീച്ചറുടെ അച്ഛനും അമ്മയാണ്. അത്രയും ദൃഢമായതുകൊണ്ടും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പഠിച്ചതും എൻ്റെ ആങ്ങളയുടെ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് കൊണ്ടും നമുക്കിത് നല്ലതാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് ഓലയെ വിട്ട് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഓലയിൽ എഴുതി പഠിപ്പിക്കുന്നവർ അപൂർവങ്ങളിൽ അപൂർവം. ഈ കാലത്ത് ഇങ്ങനെയും ഒരു പഠനം കൗതുകമുള്ളതാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട. സത്യമല്ല, അതൊരു കൗതുകമുള്ള കാര്യമാണ്. ഞാനും ഈ ഓലയിൽ എഴുതി പഠിച്ചിട്ടില്ല, പക്ഷേ മണ്ണിൽ എഴുതി പഠിച്ചിട്ടുണ്ട്. ഓലയിൽ എഴുത്ത് എനിക്കും അതൊരു പുതിയൊരു കാഴ്ചയായിരുന്നു. കൊള്ളാം, അടിപൊളി. നമ്മളെ കുട്ടികളൊക്കെ ഇതൊക്കെ പഠിച്ച് വളരട്ടെ അല്ലേ.